നിങ്ങൾ കൽക്കട്ട സിറ്റിക്കകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് വിസിബിളാണ്. കാരണം എനിക്ക് ബംഗാളി അറിയാൻ കുറച്ച്. ബംഗാളികൾ, ഇന്ത്യൻ ബംഗാളികൾ പറയുന്ന ബംഗാളി, ബംഗ്ലാദേശികൾ പറയുന്ന ബംഗാളും വ്യത്യസ്തമാണ്. എങ്ങനെയാണ് കാസർഗോഡുകാരനെ, അതായത് മലബാറുകാരനെ, ട്രിവാൻഡ്രംകാരനെ തിരിച്ചറിയുന്നത്? അവൻ്റെ സംസാര ഭാഷയിൽ. അത് തൃശ്ശൂരുകാരനെ എങ്ങനെ സംസാര ഭാഷയിൽ. അതേപോലെ ഇവർ പറയുന്ന ബംഗാളി പറയുന്നത് കേൾക്കുമ്പോൾ അറിയാം ഇവൻ ബംഗ്ലാദേശിയാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഈ ആലുവയിൽ താമസിച്ചപ്പോൾ അവിടെ പല കടകളിലും ഈ ബംഗ്ലാദേശികളെ പോയി അവിടെ കടകളിലൊക്കെ നീക്കുമ്പോൾ ഇവരെല്ലാം ബംഗ്ലാദേശികളായി, ഇന്ത്യൻ ബംഗാളികളല്ല അധികവും. ഇതാണ് ഇതിൻ്റെ പ്രശ്നം. ഇവനൊക്കെ CA സമയത്ത്, അതായത് സിറ്റിസൺ അമെൻമെൻറ്റ് ബിൽ ആക്ട് സമയത്ത് ഈ കൽക്കട്ടയിലും ഈ പറയുന്ന നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിലൊക്കെ കാണിച്ച ബഹളം, റെയിൽവേ പാലും റെയിൽവേ സ്റ്റേഷനൊക്കെ അടിച്ചു പോലും. കാരണം അവൻ്റെ അല്ലല്ലോ ഇത് എൻ്റെയും നിങ്ങളുടെയൊക്കെ ടാക്സി കൊണ്ടുണ്ടാക്കിയതല്ലേ. എന്തുകൊണ്ടാണ് ഇത്രയും പേരെ വലിഞ്ഞു കയറി ഇന്ത്യയിലോട്ട് കൊണ്ടുവന്ന് അതിനെ തടയാൻ പറ്റാതിരുന്നത്? ഇനി ഇവരെ ഒരുമിച്ച് അങ്ങോട്ട് കയറ്റി വിടാൻ പറ്റുമോ? അതായത് ടെൻഷനാണ്. അതാണ് നമ്മൾ 1971 വാറിനേക്കാളും വലിയ ടെൻഷനിലോട്ട് പോയി ഇന്ത്യ ബംഗ്ലാദേശ്. ഇന്ന് പാർലമെന്ററി കമ്മിറ്റി മീറ്റിംഗ് ഉണ്ടായിരുന്നു, അത് എക്സ്റ്റേണൽ അഫയേഴ്സ്, ശശി തരൂർ ഹെഡ് ചെയ്യുന്നത്. അവർ തന്നെ വലിയ ഞെട്ടിപ്പോയിരിക്കുകയാണ്. പെട്ടെന്ന് അവിടുത്തെ ജനങ്ങളെല്ലാം, പ്രത്യേകിച്ച് ഇസ്ലാമിക റാഡിക്കൽ ഇസ്ലാമിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയെ വെറുക്കുന്നു. ഇന്ത്യൻ ഹെയ്റ്റ് സ്പീച്ചുകളാണ് അവിടെ മുഴുവനും TV-യിലും സോഷ്യൽ മീഡിയയിലും നടക്കുന്നത്. നിങ്ങൾ കേട്ട് കാണും കുറച്ച് നാളുമ്പോൾ ഇവിടുത്തെ സോഷ്യൽ മീഡിയയിലും അതേപോലെ തന്നെ യൂട്യൂബിലൊക്കെ നമ്മളിപ്പോൾ ബംഗ്ലാദേശിനെ 5 ആക്കുന്നു, 2 ആക്കുന്നു, 3 ആക്കുന്നു, 4 ആക്കുന്നു. കുണ്ടവാ ഇതൊക്കെ ചുമ്മാ അടിച്ചു വിടാനുള്ള തള്ളുകൾ മാത്രമാണ് വിടുന്നേ. അങ്ങനൊന്നും അങ്ങനെ പോകത്തില്ല. അവരുടെ ഒരു ഐഡിയോളജി ഉണ്ട്. ഓഫ് കോഴ്സ് അത് ഇസ്ലാമിക് ഐഡിയോളജിയാണ്. അതിലവർ ഒരുമിച്ച് നിർത്തി ഇന്ത്യക്കെതിരെ എന്ത് രീതിയിലുള്ള ഓപ്പറേഷനാണ് പാകിസ്ഥാൻ നടത്തിയെന്ന് ആലോചിച്ച് നോക്കുക. ധാക്ക പോലും ഒരു സിറ്റിക്കകത്ത്, അതേപോലെ ഇന്ത്യക്കാരെ സ്നേഹിക്കുന്ന സിറ്റിക്കകത്ത്, അവിടെ ഇന്ത്യൻ എംബസി അടയ്ക്കണം. ഇന്ത്യക്കാർക്കെതിരെ പ്രശ്നം. എംബസി, കോൺസുലേറ്റ്, മിഷൻ ജോലിക്കാർ, ഞാൻ നേരത്തെ പറയും, അവർ പുറത്തു പോലും ഇറങ്ങാൻ പേടിയ. പിന്നെ എങ്ങനെ ഫർദർ മുന്നോട്ട് പോകാൻ പോകും? അതായത് കാശ്മീർ പാകിസ്ഥാനേക്കാളും വലിയ പൊട്ടൻഷ്യൽ ത്രെട്ടായിട്ട് വന്നില്ലേ 2 ഭാഗത്തായിട്ട്.